അപ്പോൾ ഈസ്റ്റേൺ കിഡ്സിലെ ഹിൽസ് മേടിച്ചാലോ? അപ്പോൾ ഇങ്ങനെ പോരെ. അപ്പോൾ ഇന്ന് വിരാട് കോഹ്ലിയുടെ കല്യാണമാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു കഥയാണ്. അപ്പോൾ വിരാട് കോഹ്ലി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതിവിടെ വെച്ചിട്ടാണ് നല്ലൊരു മല വെച്ചിട്ട് പോയി കല്യാണം കഴിക്കാന്ന് വെച്ചു. നല്ല മല തന്നെ ചൂസ് ചെയ്യാൻ കാര്യം എന്താണ്? അവിടെ ആകുമ്പോൾ നല്ല ചായ കിട്ടുമെന്ന് വെച്ചു. ഈസ്റ്റേണിന്റെ ചായപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ലൊരു ചായയൊക്കെ കുടിച്ച് നല്ല ഐശ്വര്യമായിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പാലും കൊണ്ടുവന്നിട്ടില്ല, വെള്ളം കൊണ്ടുവന്നിട്ടില്ല എന്ന്. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലോ. അപ്പോൾ പുള്ളി വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ജവാൻ അങ്ങ് കഴിക്കാമെന്ന്. അപ്പോൾ ജവാൻ അടിച്ചതിന് ശേഷം പുള്ളിക്ക് മനസ്സിലായി ഓക്കെ ഇനി കുറച്ച് ട്രിപ്പൊക്കെ പോവാം അതിനുള്ളൊരു മൂഡാന്ന് മനസ്സിലായി. അപ്പോൾ അവിടെയാണെങ്കിൽ താഴെ മഹേന്ദ്ര താർ ജീപ്പ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അതിനകത്ത് കയറിയിട്ട് വണ്ടി ഓടിച്ചു. അപ്പോൾ കുറച്ച് ദൂരം ഓടിച്ചപ്പോൾ തന്നെ കൈയൊക്കെ അങ്ങ് ഷിവറാവാൻ തുടങ്ങി. അപ്പോൾ തന്നെ നിയമങ്ങളൊക്കെ തെറ്റി വണ്ടിയൊക്കെ പാളി. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ പഠിക്കുന്നത് നോക്കാം. ആരുടെ കഥയാണ്? കോഹ്ലിയുടെ കഥയാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊള്ളി ഹിൽസ് ആണ്. കൊള്ളി ഹിൽസ്. കോഹ്ലിയുടെ ആഗ്രഹം എന്താണ്? നല്ലൊരു മലയിൽ പോയിട്ട് കല്യാണം കഴിക്കണം. അപ്പം നല്ല മല കല്യാണം എന്താണ്? കൽ റയാൻ ഹിൽസ്. നല്ല മലയിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടായിരിക്കും? അവിടെ ചെന്ന് നല്ല ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ചായ എന്ത് വെച്ചുണ്ടാക്കുന്ന? പാലും കൊണ്ട് വെള്ളം കൊണ്ട്, അത് രണ്ടും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ പാൽ കൊണ്ട ഹിൽസും വേലി കൊണ്ട ഹിൽസും. അപ്പോൾ അതിനുശേഷം പുള്ളി എന്താ, അതാണ് ശേഷം കാരണമാണ് ശേഷാചലം ഹിൽസ്. അതിനുശേഷം പുള്ളി ജവാൻ കഴിക്കുന്നു. അപ്പം ജാവാദി ഹിൽസ്. ജവാൻ കഴിച്ചതിന് ശേഷം പുള്ളി മഹേന്ദ്ര താർ ജീപ്പിൽ കയറുന്നു. അപ്പം മഹേന്ദ്ര താർ എന്ന് പറയുമ്പോൾ മഹേന്ദ്രഗിരി ഹിൽസ്. അത് കഴിഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ നിലമുള്ളിൽ ഷിവർ ആവുന്നു. അത് ഷെവറോയ് ഹിൽസ്. ഷിവർ ആവുന്നതുകൊണ്ട് തന്നെ നിയമങ്ങളൊക്കെ തെറ്റുന്നു. അപ്പോൾ നിയമഗിരി ഹിൽസ്. ഇനി മറന്നുപോയില്ലല്ലോ.